പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവം രോഗാത്മാക്കളെ അഴിക്കുന്നു. മാർക്കോസ് വിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഈ വചനഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 12 വർഷം രക്തസ്രാവുന്ന സ്ത്രീ. അതായത് ഈ അധ്യായം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കുമ്പോൾ 12 വർഷമായിട്ട് ഏറെ വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ടും സൗഖ്യം ലഭിക്കാതെ ഭാരപ്പെടുന്ന ഒരു സഹോദരിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സഹോദരിയുടെ രോഗമെന്ന് പറയുന്നത് രക്തത്തിലൂടെ വ്യാപരിച്ചിരിക്കുന്ന രോഗാത്മാവാണ്. ഈ രക്തത്തിലൂടെ കയറിക്കൂടിയിരിക്കുന്ന രോഗത്തിൻ്റെ ആത്മാവ്, അതായത് ദുരാത്മാവ്, ഇത് രക്തവുമായി ബന്ധപ്പെട്ട് തന്നെ നിരന്തരം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗാത്മാവാണ് ഈ സഹോദരിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷെ ഈ സഹോദരി ഈ രോഗത്തിൽ നിന്നും പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ ഈ മകൾ ഒത്തിരി കാര്യങ്ങൾ തന്നാൽ ആവോളം, മാനുഷ്യപരമായി തന്നാൽ ആവോളം പരിശ്രമിക്കുകയാണ്. പക്ഷെ അതിനൊന്നും ഇവൾക്കൊരു പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ കഴിയുന്നില്ല. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു രോഗത്തിൻ്റെയും പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. ഇവിടെ നമുക്ക് ഈ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ 12 വർഷമായിട്ടും ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടായ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ഈ സഹോദരി തന്നാൽ ആവോളം, തൻ്റെ സമ്പത്ത് കൊണ്ട് തന്നാൽ ആവോളം ഒരു സൗഖ്യം ലഭിക്കാൻ ഓടി നടക്കുകയാണ്. പക്ഷെ അവൾക്കൊരു സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇതിൽ പ്രധാനമായിട്ടും 5 മേഖല ഈ രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അതായത് ഒരു പൂർണ്ണ സൗഖ്യം വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ടും ലഭിക്കാതെ തളർത്തുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഏതൊരു രോഗാത്മാവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ സഹോദരിയുടെ രോഗത്തിൻ്റെ അവസ്ഥ വന്നിട്ട് 12 വർഷങ്ങളായി. അതിനർത്ഥം ഈ രോഗബാധ ശരീരത്തിൽ കയറിക്കൂടിയിട്ട് ഈ മകളെ സൗഖ്യം ലഭിക്കുവാൻ അനുവദിക്കാതെ വർഷങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദുരാത്മാവ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രോഗബാധ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ ശേഷം ചികിത്സകൾ ചെയ്തിട്ടും അതിലൊരു ശമനം വരാതെ ഈ രോഗബാധ ഈ വ്യക്തിയെ അതികഠിനമായിട്ടും ഭാരപ്പെടുത്തുക മാത്രമല്ല, ഇത് വർഷങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. അതിനർത്ഥം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ചികിത്സകൾ ചെയ്താലും ഒരു സൗഖ്യം ലഭിക്കേണ്ട ടൈമിൽ പോലും ചെയ്യുന്ന ചികിത്സകൾ അനുസരിച്ച് ഒരു സൗഖ്യം ലഭിക്കാതെ, ആ സൗഖ്യം പ്രാപിക്കേണ്ടതായ സ്വസ്ഥത പോലും ഇല്ലാതാക്കി ഈ രോഗത്തെ വർഷങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ട് രോഗത്തിൻ്റെ കഠിനത വർദ്ധിപ്പിക്കുകയാണ് ഈ രോഗാത്മാവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിൻ്റെ ഉദ്ദേശം. ഇവിടെ 12 വർഷമായി ഈ സഹോദരി
ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗബാധ 1 വർഷമല്ല, 2 വർഷമല്ല. ഈ രോഗാത്മാവ്, ഈ ദുരാത്മാവ് 12 വർഷത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. അതിനർത്ഥം ഈ ദൈവശബ്ദം കേൾക്കുന്നവരോട്, ആരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നിന്റെ ശരീര മേഖലകൾ, രോഗബാധകൾ നിന്റെ ശരീരത്തിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ നീ സൗഖ്യമാകേണ്ട ടൈമിൽ ചില ചികിത്സകൾ ചെയ്തിട്ട് പോലും നിനക്ക് സൗഖ്യം ലഭിക്കാതെ ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് വർഷങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ സ്വാധീനമാണ്. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നീ വിശ്വസിക്ക്, നിന്നെ സൗഖ്യമാക്കുന്ന യേശു നിന്നെ സൗഖ്യമാക്കുവാൻ ശക്തനാണെന്ന് വിശ്വസിക്ക്. യേശുവിൻ്റെ നാമത്തിൽ വർഷങ്ങളിലേക്ക്, കാലപ്പഴക്കത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രോഗാത്മാവിൻ്റെ ദുരാത്മാവ് ഇപ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നീ ആ യേശുവിൽ സമർപ്പിക്ക്. ആ രോഗാത്മാവ് നിന്നെ ബ്രേക്ക് ആവുകയാണ്. രണ്ടാമതായി, രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിൻ്റെ ഉദ്ദേശം, ഒന്ന്, ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് രോഗബാധ, ഈ ദുരാത്മാവ് പ്രവേശിച്ച് ഈ രോഗാത്മാവ് വർഷങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. രണ്ടാമതായി, ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ മറ്റൊരു ഉദ്ദേശം, ഒത്തിരി, ഈ സഹോദരി നമുക്ക് കാണാൻ കഴിയുന്നു, ഒത്തിരി വൈദ്യന്മാരുടെ അടുക്കൽ അവൾ മാറി മാറി കൊണ്ടുപോയി, പക്ഷേ അവൾക്കൊരു സൗഖ്യമില്ല. അപ്പോൾ ഈ രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ രോഗത്തിൻ്റെ ദുരാത്മാവിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം, പല വൈദ്യന്മാരെ, അതായത് പല ഡോക്ടർമാരുടെ അടുക്കലും ഒരു രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പല ഡോക്ടർമാരുടെ അടുക്കിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അലയിപ്പിക്കുകയാണ്. ഈ രോഗത്തെ കണ്ടുപിടിച്ച് ചികിത്സ ചെയ്യാനുള്ള ഒരു ഡോക്ടറെ സമീപിക്കുക. പക്ഷേ ആ ഡോക്ടറിൻ്റെ അടുക്കൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ല. അതേ രോഗം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്ന വേറൊരു ഡോക്ടറെ കണ്ടെത്താൻ പോവുകയാണ്. അവിടെയും പോയിട്ട് പരിഹാരം ലഭിക്കുന്നില്ല, അടുത്ത ഡോക്ടറെ കണ്ടെത്തുകയാണ്. അവിടെയും പരിഹാരം ലഭിക്കുന്നില്ല, അടുത്ത ഡോക്ടറെ കൊണ്ട് കാണിക്കുകയാണ്. അതിനർത്ഥം എന്തെന്നറിയാമോ? ഈ രോഗാത്മാവിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് ഡോക്ടർമാരെ മാറി 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 നിന്റെ ദിവസങ്ങൾ, സമയങ്ങളെയും വർഷങ്ങളെയും വലിച്ചിഴച്ച് നിന്നെ പല ഡോക്ടർമാരുടെ അടുക്കൽ വലിച്ചിഴച്ച് കൊണ്ടുപോയി അലയിപ്പിക്കുന്ന ദുരാത്മാവ്. ഒരുപക്ഷെ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ തന്നെ രോഗങ്ങൾ നിർണയിക്കപ്പെട്ട് ഒരുപക്ഷെ അതിൽ സൗഖ്യമാകേണ്ടതിന് പകരം നീ ഇതിനു വേണ്ടി പല വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും സൗഖ്യം ലഭിക്കാതെ ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ ഉദ്ദേശം, നീ ഏതൊരു വൈദ്യൻ്റെ അടുക്കൽ പോയാലും നിനക്ക് സൗഖ്യം വരാതെ ഡോക്ടർമാരെ അന്വേഷിച്ച് അലഞ്ഞ് നിൻ്റെ ജീവിതത്തിൻ്റെ വർഷങ്ങളെയും നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തെയും നശിപ്പിക്കുക മാത്രമല്ല നിന്നെ അലയുമാറാക്കുന്ന ദുരാത്മാവ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ഇങ്ങനെ ഒരവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന രോഗാത്മാവ്, ആ ദുരാത്മാവ് ഇങ്ങനെ അലയുമാറാക്കുന്നുവെങ്കിൽ നീ ഇപ്പോൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തെ നീ വിശ്വസിക്ക്. നിന്നെ പല വൈദ്യന്മാരെ അടുക്കൽ നിന്നെ ഓടിപ്പിച്ച് അലയുമാറാക്കുന്ന ആ ദുരാത്മാവ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ നിന്നെ ബ്രേക്ക് ആവുകയാണ്. അപ്പോൾ ഏതൊരു രോഗാത്മാവിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവ്, ഒന്നാമതായി വർഷങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. 2, പല വൈദ്യന്മാരിൽ ആശ്രയിക്കുന്നു. ഇങ്ങനെ ഡോക്ടർമാരെ മാറി മാറി കാണിച്ച് ആ ഒരു വ്യക്തി അലയിപ്പിക്കുന്ന ദുരാത്മാവ്. മൂന്നാമതായി ഇവിടെ സംഭവിക്കുന്നത്, ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ 2 മേഖലയിൽ സംഭവിക്കുകയാണ്.
മൂന്നാമതായി ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ കരത്തിലുള്ള സമ്പത്തെല്ലാം ചിലവഴിപ്പിച്ചും സമ്പത്തും മേഖല ശൂന്യമാക്കും. അപ്പം മൂന്നാമതായി രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കരങ്ങളിലുള്ള സമ്പത്തിനെ നശിപ്പിക്കുക. അപ്പം ഈ സഹോദരിക്ക് സൗഖ്യം ലഭിക്കാൻ തൻ്റെ കരത്തിലുള്ള എല്ലാ സമ്പത്തും ചിലവഴിക്കുന്നു. പക്ഷേ ഈ സഹോദരിക്ക് സൗഖ്യം ലഭിക്കുന്നില്ല. പക്ഷെ കരത്തിലുള്ള സമ്പത്തെല്ലാം ശൂന്യമായി. അപ്പൊ ഏതൊരു രോഗത്തിൻ്റെ പിന്നിലും വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശം നിന്റെ കരത്തിലുള്ള നന്മയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ ഉദ്ദേശം. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മ പറയുന്നു, കഴിഞ്ഞ നാളുകളോ വർഷങ്ങൾ കൊണ്ട് നീ സമ്പത്ത് ചെലവഴിച്ചിട്ടും നിന്റെ ശരീരത്തിൻ്റെ മേഖലയിൽ രോഗങ്ങൾക്കൊരു ശമനം വരാൻ അനുവദിക്കാതെ കരത്തിലുള്ള നന്മകളെ ചെലവഴിപ്പിക്കുന്ന, രോഗങ്ങൾക്കാകട്ടെ മറ്റ് അനാവശ്യ ചിലവുകൾ വരുത്തി കരത്തിൽ വരുന്നതിനെ ശൂന്യമാക്കുന്നതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. നീ യേശുവിൽ വിശ്വസിക്ക്, ഇപ്പോൾ അത് ബ്രേക്ക് ആവുകയാണ്. മറ്റൊന്ന്, ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ നാലാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എത്ര ചികിത്സകൾ ചെയ്താലും സൗഖ്യം വരുവാൻ അനുവദിക്കാത്ത ദുരാത്മാവ്. ഇപ്പോൾ സമ്പത്ത് ചെലവഴിപ്പിച്ച് ശൂന്യമാക്കുന്നു. ഓരോ ഡോക്ടർമാരെ മാറി മാറി ഓടി ഓടി കാണിക്കുവാൻ തക്കവണ്ണം അലയുമാറാക്കുന്നു. ഒന്നാമതായ രോഗത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് വർഷങ്ങളിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. നാലാമത്, എത്ര ചികിത്സകൾ ചെയ്തിട്ടും സൗഖ്യം വരാൻ അനുവദിക്കാത്ത ദുരാത്മാവ്. ഇപ്പൊ ചികിത്സകൾ കറക്റ്റായിട്ട് കണ്ടെത്തി ചികിത്സ ചെയ്തിട്ടും സൗഖ്യം വരുന്നില്ല. അപ്പൊ സൗഖ്യം വരുവാൻ അനുവദിക്കാതെ പ്രവർത്തിക്കുന്ന രോഗത്തിൻ്റെ ദുരാത്മാവ്. അപ്പൊ ഏതൊരു രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. യേശുവിൽ നീ വിശ്വസിക്ക്. നീ ചികിത്സകൾ കറക്റ്റായിട്ട് കണ്ടെത്തിയിട്ടും നിന്റെ ജീവിതത്തിൽ ആ ചെയ്യുന്ന ചികിത്സകൾ അനുസരിച്ച് ശരീരത്തിൽ ഒരു വിടുതൽ പ്രാപിക്കാൻ അനുവദിക്കാതെ നിന്നെ ഭാരപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവാണ്. ചിലവഴിച്ചിട്ടും ചികിത്സകൾ ചെയ്തിട്ടും ഭേദം വരുവാൻ, അതായത് സൗഖ്യം വരുവാൻ അനുവദിക്കാത്ത ദുരാത്മാവ്. അപ്പൊ ഏതൊരു രോഗത്തിൻ്റെയും പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലായിരിക്കുന്നവരാരോ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നീ ഇപ്പോൾ ആയിരിക്കുന്നിടത്ത് നീ വിശ്വസിക്ക്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചികിത്സകൾ ചെയ്തിട്ടും സമ്പത്തുകൾ ചിലവഴിച്ചിട്ടും ശരീരത്തിന് ഭേദം വരുവാൻ, അതായത് സൗഖ്യം വരുവാൻ അനുവദിക്കാത്ത ദുരാത്മാവ് നിന്നെയോ നിന്റെ പ്രിയപ്പെട്ടവരെയോ ഭാരപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു രോഗത്തിൻ്റെ ദുരാത്മാവാണ്. നീ വിശ്വസിക്ക്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് ബ്രേക്ക് ആവുകയാണ്. അഞ്ചാമതായി, ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ അഞ്ചാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് മനസ്സിൻ്റെ താളപ്പിഴ തെറ്റിക്കുക, അതായത് പരവശയാക്കി തീർക്കുന്നു. ഈ സഹോദരിക്ക് ഈ 4 കാര്യങ്ങളിലും വിടുതൽ ലഭിക്കുന്നില്ല. അപ്പോൾ ആ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അവൾ പരവശയാകുകയാണ്. അതായത് പരവശയാകുക, മനസ്സിൻ്റെ തലം തെറ്റുക, മാനസികമായിട്ട് പോലും മെൻ്റൽ പരമായി മാനസ്യപരമായി താളപ്പിഴകൾ ഉണ്ടാകുന്നു. അപ്പം മനസ്സിൻ്റെ മണ്ഡലങ്ങളിൽ അസമാധാനങ്ങൾ ഉണ്ടാക്കുന്നു, മനസ്സിൻ്റെ നിലവാരങ്ങൾ തെറ്റുന്നു. ദീർഘവർഷങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള രോഗബാധകൾ തന്നെ അനുഗമിക്കുമ്പോൾ ഓരോ ദിവസങ്ങൾ അവർ മനസ്സിൻ്റെ മണ്ഡലങ്ങളിൽ അവർക്ക് സ്വസ്ഥതക്കേട് ഉണ്ടാകുന്നു.
അസമാധാനമുണ്ടാകുന്നു, ഉറക്കങ്ങൾ നഷ്ടമാകുന്നു, മനഃപ്രയാസത്താൽ ഒരു മനസ്സ് തകരുകയാണ്. ഈ സഹോദരി പരവശയാകുകയാണ്. അതായത് മാനസികപരമായിട്ട് അവൾ മെന്റൽ പരമായിട്ടും അസ്വസ്ഥപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് ഇനി അറിയത്തില്ല. പരവശയാകുന്നു, അസ്വസ്ഥപ്പെടുന്നു. ഈ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിൻ്റെ 5ാമത്തെ ഉദ്ദേശം ഒരു വ്യക്തിയെ മാനസികപരമായി തകർക്കുക, അതായത് പരവശയാക്കുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഈ ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നിന്നെ ഏത് രോഗാത്മാവ് നിന്നെ അസ്വസ്ഥപ്പെടുത്തിയാലും, നിന്നെ മാനസികപരമായി ഭാരപ്പെടുത്തി നിന്നെ പരവശപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയം നിന്നെ അനുഗമിക്കുന്നുവെങ്കിൽ നീ ഭയപ്പെടേണ്ട. നീ യേശുവിൽ വിശ്വസിക്കുക. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ പരവശപ്പെടുത്തുന്ന, അസമാധാനപ്പെടുത്തുന്ന മാനസികപരമായ പല രോഗങ്ങൾ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ബ്രേക്ക് ആവുകയാണ്. ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ രോഗത്തിൻ്റെ ദുരാത്മാവ് വ്യാപരിച്ചപ്പോൾ ഇവൾ ഈ 5 മേഖലകളിൽ അവളുടെ ജീവിതത്തിൽ അവൾക്കുള്ളതെല്ലാം ചിലവഴിച്ചിട്ടും ഇവൾക്കൊരു സൗഖ്യം ലഭിക്കുന്നില്ല. അവസാനം അവൾ മനസ്സിലാക്കി. എന്നാൽ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൾ തീരുമാനിച്ചു, ഞാനിനി യേശുവിൻ്റെ തൊങ്ങൽ തൊടും, യേശുവിൻ്റെ വസ്ത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അവിടെ ഹൃദയത്തിൽ അവൾ ഉറപ്പിച്ചു, യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. യേശുവിനെ കുറിച്ച് അവൾ കേട്ടു. അങ്ങനെ അവൾ തീരുമാനിച്ചു. അവൾ യേശു എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് അപ്പോൾ അവൾക്ക് മനസ്സിലായി, യേശു ഇതാ താനായിരിക്കുന്ന പട്ടണത്തിൻ്റെ അടുക്കൽ കൂടെ യേശുവിത ഒരു കൂട്ടം പുരുഷന്മാരുടെ പുരുഷാരത്തിൻ്റെ നടുവിലൂടെ പോകുന്നെന്നവൾ അറിഞ്ഞു. അവൾ ശാരീരികപരമായി മാനസികപരമായി തകർക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും അവൾ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോൾ ഇനി യേശുവിന് മാത്രമേ എനിക്കൊരു സൗഖ്യം തരാൻ കഴിയത്തുള്ളൂ എന്നവൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവൾ യേശു എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് അവൾ യേശുവിൻ്റെ തൊങ്ങൽ തൊടാൻ അവൾ ബദ്ധപ്പാടോടുകൂടെ, അവൾക്ക് മറ്റുള്ള ആരോഗ്യമുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് പോലെ പോകാൻ കഴിഞ്ഞില്ല. അവൾ ഇഴഞ്ഞായാലും യേശു എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് പുരുഷാരത്തിൻ്റെ നടുവിലൂടെ ചെന്ന് പുറകിലൂടെ യേശുവിൻ്റെ വസ്ത്രത്തിൽ അവൾ തൊട്ടു. പ്രിയപ്പെട്ടവരെ, തൊട്ട നിമിഷത്തിൽ യേശുവിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു. സഡലി ഉടനെ അവളുടെ 12 വർഷം അവളെ പരവശയാക്കി സൗഖ്യം പ്രാപിക്കാൻ അനുവദിക്കാതെ 12 വർഷം കൊണ്ട് അവളെ ശരീരത്തെ, മനസ്സിനെ, മാംസത്തെ, അസ്ഥികളെ രക്തത്തിലൂടെ വ്യാപരിച്ചു പോരാടിയ രോഗാത്മാവ് കർത്താവിൻ്റെ ശക്തി അവളിൽ അടിച്ചതും ആ രോഗാത്മാവ് ഉടനെ അത് ബ്രേക്കായി. അവൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ എത്ര പഴക്കം വന്ന രോഗാത്മാവായിരുന്നാലും നീ യേശുവിനെ കുറിച്ച് കേട്ടാൽ, നീ യേശുവിൽ വിശ്വസിക്കുക. യേശു നിന്നെ സൗഖ്യമാക്കാൻ ശക്തനാണ്. ഈ സഹോദരിമേൽ സൗഖ്യം വ്യാപരിച്ചപ്പോൾ അവളിൽ 12 വർഷം അവളെ ബാധിച്ചു കൊണ്ടിരുന്ന ബാധ അവളെ വിട്ടുപോയി. ആ വചനം ഇങ്ങനെയാണ്, യേശു ആ സഹോദരിയോട് പറയുന്ന വാക്കിങ്ങനെയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവളിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ ബാധ മാറി സ്വസ്ഥത അനുഭവിച്ചു. എത്ര വർഷം? 12 വർഷം. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഏതൊരു രോഗത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു രോഗത്തിൻ്റെ ദുരാത്മാവ്, ബാധയുണ്ട്. യേശു പറയുന്ന വാക്ക് കണ്ടോ, നിന്റെ ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥത പ്രാപിക്കാം. അപ്പോൾ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു, യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ വിശ്വസിച്ചത് മുഖാന്തരം യേശുവിനെ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും സൗഖ്യത്തിൻ്റെ ശക്തി പുറപ്പെട്ടു. 12 വർഷം അവൾ അനുഭവിച്ച ആ രോഗത്തിൻ്റെ ബാധ അവളെ വിട്ടു. അവൾ സ്വസ്ഥത പ്രാപിക്കുവാനിടയായി.
ഈ സഹോദരിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് രോഗസൗഖ്യം മാത്രമല്ല. യേശു പറയുന്നത് ഇങ്ങനെയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. അപ്പോൾ അവൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ അവൾക്ക് യേശുവിൽ നിന്നും രക്ഷ കിട്ടി. സൗജന്യമായിട്ടുള്ള രക്ഷ അവൾക്ക് ലഭിച്ചു. മറ്റൊന്ന്, അവൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവൾക്ക് അതുവരെയും നഷ്ടപ്പെട്ടിരുന്ന സമാധാനം 12 വർഷത്തിന് ശേഷം അവൾക്ക് മടക്കി കിട്ടി. 3, അവളുടെ ജീവിതത്തിൽ അവൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ 12 വർഷം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്ന രോഗത്തിൻ്റെ ബാധ അവളിൽ നിന്ന് അഴിഞ്ഞു മാറി. അതിനുശേഷം അവൾ സ്വസ്ഥത പ്രാപിച്ചു. 12 വർഷം ആ സഹോദരി അലട്ടിയ ആ രോഗത്തിൻ്റെ ബാധ മാറി. ആ ബാധ ഒഴിഞ്ഞുപോയി എന്നേക്കും. 12 വർഷം അവൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥതയും സമാധാനവും രക്ഷയും സ്വർഗത്തിലെ കർത്താവ് അവൾക്ക് മടക്കി കൊടുത്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതെങ്കിലും വിഷയങ്ങളാണ് നിങ്ങൾക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു, ഏതെങ്കിലും വിഷയങ്ങളാണ് നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ ശരീര മേഖലകളിൽ ഏതെങ്കിലും രോഗാത്മാവിനാൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക. യേശു എടുത്തു പറയുന്ന വാക്ക്, മകളെ, നിന്റെ വിശ്വാസമാണ് നിനക്ക് രക്ഷ ലഭിച്ചത്. നിന്റെ വിശ്വാസമാണ് നിനക്ക് സമാധാനം ലഭിച്ചത്. നിന്റെ വിശ്വാസമാണ് നിനക്ക് സ്വസ്ഥത ലഭിച്ചത്. നിന്റെ വിശ്വാസമാണ് നിന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ബാധ നിന്നെ വിട്ടുമാറിപ്പോയത്. അതേ പ്രിയ ദൈവമക്കളെ, ഏത് വൈദ്യന്മാരെ നമ്മൾ ആശ്രയിച്ചാലും സൗഖ്യദായകനായ യേശു, നീ യേശുവിൽ വിശ്വസിക്കുക. യേശു സൗഖ്യദായകനാണ്. എത്ര പഴക്കം വന്ന വിഷയമായിക്കൊള്ളട്ടെ, നീ യേശുവിൽ വിശ്വസിക്കുക. യേശു സൗഖ്യദായകനാണ്. ഒരു രോഗസൗഖ്യം നിങ്ങൾക്ക് ആവശ്യമാണോ? എന്നോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളുണ്ടോ? നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥത നിനക്ക് മടക്കി തരും. സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ടോ? നീ യേശുവിൽ വിശ്വസിക്കുക, നിന്റെ സമാധാനം മടക്കി കിട്ടും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, രോഗികളായിരിക്കുന്നവർക്കാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ കൊണ്ട് രോഗത്തിന് ശമനം ലഭിക്കാതെ ചികിത്സിച്ചിട്ടും ഭാരപ്പെടുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അവർ ശരീരത്തിൽ നിന്ന് രോഗാത്മാവ് ബ്രേക്ക് ആകട്ടെ. യേശുവിൻ നാമത്തിൽ സമാധാനം അനുഭവിക്കട്ടെ. മാനസികമായി തകർക്കപ്പെട്ട ആരെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ അവരെ പരവശപ്പെടുത്തുന്ന എല്ലാ അസമാധാനങ്ങളും യേശുവിൻ നാമത്തിൽ അവരെ ശരീരത്തിൽ നിന്ന് നീങ്ങി ആ മനസ്സിൻ്റെ മണ്ഡലത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അവർക്ക് സമാധാനവും സ്വസ്ഥതയും സന്തോഷത്തെയും പരിശുദ്ധാത്മാവ് മടക്കിക്കൊടുക്കും. സൗഖ്യമാക്കിയനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.